മലപ്പുറം ജില്ലയിലെ ആദവനാട് പഞ്ചായത്തിലെ കുറുമ്പത്തൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അൽഫാം മന്തിയാണ്. ആദ്യം തന്നെ ഞാൻ ചിക്കൻ്റെ സ്റ്റോക്കിന് വേണ്ടിയിട്ട് ചിക്കനും ഉള്ളിത്തൂമ്പും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഒരു 20 മിനിറ്റ് തിളപ്പിച്ച് സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. ചിക്കൻ നമുക്ക് മാഗ്നേറ്റ് ചെയ്യാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുനാരങ്ങ നീര്, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിലേക്ക് നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ച പച്ചമുളക്, ചെറിയ ഉള്ളി, വലിയ ഉള്ളി എല്ലാം മിക്സ് ചെയ്ത് ചപ്പ് പുതിനയില മിക്സ് ചെയ്തതിൽ ചേർത്ത് കൊടുക്കാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ മാഗ്നേറ്റ് വെച്ചതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര്, ഒരു മാഗി ക്യൂബ്, അറബിക് മന്തി മസാല, കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ചിക്കൻ്റെ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. മന്തി റൈസ് വേവിച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ബാക്കി നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ച് റൈസ് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുരുമുളക്, ബേ ലീഫ്, പട്ട, ഏലക്ക ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു ഉണങ്ങിയ നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ റൈസ് കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് എടുത്തു വെക്കാം. ഈ റൈസ് വേവിച്ചിട്ടുള്ളത് ചിക്കൻ്റെ സ്റ്റോക്കിലാണ്. പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവും. നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനെ ഇതിൽ പൊരിച്ചെടുക്കാം. കുറച്ച് നേരം മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്ത് ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കാം. അൽഫാം മന്തി മന്തിയാണ് ചെയ്യുന്നത്. കോട്ടിങ് ഇതിൽ ആദ്യം ചെറുനാരങ്ങ നീരും കുരുമുളക് പൊടിയും ഉപ്പിട്ട് കണ്ട് മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം തക്കാളി, ചെറിയ ഉള്ളി, വലിയുള്ളി, പച്ചമുളക് എല്ലാം കൂടെ മിക്സിയിൽ അരച്ചിട്ട് ഈ കൂട്ടിൽ ചേർത്തു, പേസ്റ്റാക്കി ചേർത്തു. എന്നിട്ട് വേവിച്ച് പിന്നെ അങ്ങനെ പൊരിച്ചെടുത്തിട്ട് നന്നാക്കണം. ആദ്യമായിട്ടാണ് കോമ്പറ്റീഷനിൽ ഇങ്ങനെ ദൂരെ പോയി പങ്കെടുക്കുന്നത്? ആദ്യമായിട്ടാണ്. സാധാരണ കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ടുണ്ടോ? റീജിയണൽ ആയിട്ടുള്ള ഞാൻ വീടിനടുത്തൊക്കെ ഉള്ള വീടിനടുത്ത് എറണാകുളത്ത് പങ്കെടുത്തിട്ടുണ്ട്, മലപ്പുറത്ത് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വരികയാണെങ്കിൽ 4 ദിവസം നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു ഞാനില്ല, എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നോട് നമ്മളെ ഗ്രൂപ്പിലെ എൻ്റെ ഫ്രണ്ട്സ് ഷേല പറഞ്ഞു, നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, ഇതിലത്തെ പോയി നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ആളല്ലേ, എന്തിനാ വെറുതെ ഇരിക്കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വേറെ പാചകത്തിൽ പരിചയമാണ്, ഫ്രണ്ട്സാണ്. അവരുണ്ട് പറഞ്ഞപ്പോൾ നമുക്ക് 3 റൂമിലിട്ട് നിൽക്കാം. മൂന്നാമത്തെ ആൾ ഇന്നലെ അബീബ ഔട്ടായില്ല, ഇവിടെ നിന്ന് അവള് ഞങ്ങൾ 3 റൂമിലാണ്. നാളെ വൈകുന്നേരം പോകും. അപ്പം അങ്ങനെ 2 മരുമക്കൾ വീട്ടിലുണ്ട്. പിന്നെ ചെറിയ മോനവരൊക്കെ നോക്കും എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ പോകുന്നു. ഇത് നമുക്ക് അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത്, നമ്മളെ സന്തോഷങ്ങളും. ഹസ്ബൻഡ് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് പോയാൽ മതി അങ്ങനെ എന്നോട് പറഞ്ഞു. അത് പോകണ്ടെന്നുണ്ടെങ്കിൽ നല്ല സപ്പോർട്ടാണ്. സെമിഫൈനൽ വരെ എത്തി. മാഷാ അല്ലാഹ്, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എങ്ങനെ ഈ ക്യാമറ മുന്നിൽ പ്രത്യേകിച്ച് ആദ്യമായിട്ട് ചെയ്യണം. ഇങ്ങനെ മത്സരത്തിൽ പങ്കെടുത്ത് ഇങ്ങനെ ക്യാമറ ഉണ്ടാവില്ലല്ലോ. അപ്പം അതുപോലെ മാമിനെ കൂടെ പങ്കെടുത്ത് ഇങ്ങനെ വിജയിച്ചപ്പോൾ എന്താ പറയുക, വാക്കുകളില്ല പറയാൻ. അപ്പോൾ നമ്മൾ മന്തി ദമ്മിടാനുള്ള അൽഫാം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. ഫാൻ അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ച ഉള്ളിത്തൂമ്പിട്ട് കൊടുക്കാം. ഇതിലേക്കുള്ള ഉള്ളിത്തൂമ്പിട്ട് കൊടുക്കാം. ക്യാരറ്റ് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കഷ്ണം ബേ ലീഫ് ഇട്ട് കൊടുക്കാം. എടുക്കാം.
ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മന്തി മസാല ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മസാല കോരി വെച്ച് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചിക്കന് എടുത്ത് വെക്കാം. സ്മോക്ക് വെക്കാം. നമുക്ക് ഇപ്പോൾ ദമ്മായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തോട് സെർവ് ചെയ്യാം. എന്ത് ശരിയാ സൈഡ് ഡിഷ് അച്ചിരിയിലെല്ലാം വരും. എപ്പോഴും ചിരിച്ചു കാണാം. എപ്പോഴും ശരി. ഓക്കെ, നൈസ്. അത് ശരി. എങ്ങനെയുണ്ട്? ശരിയായി വന്നോ? വിചാരിച്ച പോലെ? വിചാരിക്കണം. ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷനിലും ചിരിക്കും. അതെ, എപ്പോഴും ഹാപ്പി ആയിരിക്കാം. ചിരി ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ടേക്ക് തരിക, നമുക്ക് ചിരിക്കാം. ടെൻഷൻ വന്നാൽ പ്രാർത്ഥിക്കും. അതെ, ചിരിക്കും. ശരിക്കും കുറച്ച് ടൈം ഉണ്ടാവുള്ളൂ, അപ്പോൾ തന്നെ മാറും. വെരി ഗുഡ്. നമ്മൾ ജീവിതം അങ്ങനെയല്ലേ, എല്ലാം വേണമല്ലോ. എല്ലാം വേണം. യെസ്, ഗുഡ്. ഓക്കെ, താങ്ക് യു. കുറേ നല്ല മെസ്സേജുകൾ കിട്ടുന്നുണ്ട്. അതെ അതെ, സത്യം. അങ്ങനെ അൽഫാം ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്.